എവിടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തടാ. ചെറിയ ബഫറിങ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് അറിയത്തില്ല എന്താണ് എൻ്റെ പി സി കുറച്ച് ലാഗായി പോകുന്നുണ്ട്. അതിൻ്റെ ആണോന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല. അല്ല അവിടെ സിറ്റുവേഷൻ എന്തായിട്ടുണ്ടോ? സിറ്റുവേഷൻ എന്താക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ ടൈമിന് അവിടെ കയറിയിട്ടില്ലെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്. സിറ്റുവേഷൻ എന്തായിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ FRPയുടെ രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ MRC സ്പെക്കോ MRC എവിടെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവർ രണ്ടൊരു കണ്ടുമുട്ടി കേട്ടോ, കണ്ടുമുട്ടിയിട്ടുണ്ട്. കൊമ്പൻ ഇറങ്ങി നടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. സാംസിലേക്ക് ഒരു ഹൈ ഗ്രൗണ്ട് എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി 967 ബ്രിഡ്ജിലോട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. TG റോബിൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ടുണ്ട്. TGയെ ഓൾറെഡി MRC സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും റേഞ്ചിലോട്ട് ആ ഒരു വൺ ഫയറിങ് വരാനുള്ള ചാൻസ് കുറവാണ്. MRCയുടെ ആൾക്കാർ ഇറങ്ങി എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് ഇവിടം വരെ എത്തുമെന്നുള്ളത്. TG ഇവിടെ സേഫായിട്ട് ആണ് നിൽക്കുന്നത് ആ ഗൺ ഫയറിൽ നിന്ന്. കാരണം അത്രയും ലോങ് റേഞ്ച് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. MRC ഓൾമോസ്റ്റ് എല്ലാ പ്ലെയേഴ്സും ആ ഒരു 967 റിഡ്ജിൻ്റെ മേളിലായിട്ടുണ്ട്. TG റോബ് ലൂസി ഇവിടെ വണ്ടിക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് TG ഈസ് പ്ലാനിങ്. TG പോയി ഒറ്റയടിക്കുമ്പോൾ കുത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. കയറി പോകുന്നുണ്ട് അവർ ഒറ്റയടിക്ക് കയറി വരുന്ന രംഗമാണ് കാണുന്നത്. TG ലൂസിക്ക് നല്ല രീതിയിൽ ടാഗ് ആവുന്നുണ്ട്. മാധവന് വേണ്ടി TG ജോളക് സ്പീക്കർ എടുത്തിരിക്കുന്നു. TG ഇവിടെ കുതിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതിലും ഒരു ഫൈറ്റ് നടക്കുന്നു. സാംസിലേക്ക് ഒരാൾ ഡൗൺ ആയിരിക്കുന്നു. ഫ്ലിപ്പ് ഒരാൾ എടുത്തിരിക്കുന്നു. ചരണ്ടിയസിന് ഫ്ലിപ്പ് എടുത്തിരിക്കുന്നു. അലക്സ് ഡെവോർട്ട് TG ബ്രോക്കൺ എടുത്തിരിക്കുന്നു. ജിൻടക്കായി ജോസൂട്ടിയുടെ ഒരു പിക്ക് വരുന്നു. സാംസിലേക്കിന്റെ മറ്റൊരു പിക്ക്. അലക്സിന്റെ അടുത്ത പിക്ക് വരുന്നുണ്ട്. TG വിസം ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവിടെ ഫുൾ ഓടിയോട്ടെ. ഈ മരത്തിൽ പിക്ക് ഓടി റൊട്ടേറ്റ് ചെയ്തെന്ന് അടിക്കുന്നു. കൊമ്പൻ അവിടെ ജോഷുവിനെ എടുത്തിരിക്കുന്നു. ബ്രസീലിയൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. റഷ്യൻ സ്പീറോടെ ഒരു പിക്ക് വരുന്നുണ്ട്. എസ്റ്റേനെ ഡൗൺ ആക്കി ബുള്ളോപ്പ് ഒരു ബാക്ക് ഫ്ലാങ്ക് അടിച്ച് ഫ്ലിപ്പിനെ അടിക്കുന്നുണ്ട്. ഫ്ലഫിയുടെ ഒരു പിക്ക് വരുന്നു. അലക്സിന്റെ മറ്റൊരു പിക്ക്. ഫ്ലഫിയുടെ ഒരു പിക്ക് വരുന്നു. TJ കലീലിന്റെ ഒരു പിക്ക്. ഫ്ലഫിയുടെ ഒരു പിക്ക്. അടുത്ത പിക്ക് ഫ്ലഫിയുടെ വരുന്നുണ്ട്. ജിൻസൊക്കെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ബുള്ളോപ്പി സേവിയറിനെ ഡൗൺ ആക്കുന്നു. TJ ജോസൂട്ടി അഖിൽ ജോഡിന്റെ ഇടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. 4 പേരെ ഷൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. കൊമ്പൻ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സാംസിലേക്കിന്റെ കൊമ്പൻ എടുത്തിരിക്കുന്നു. രാവു ഒരാളെ ഡൗൺ ആക്കിയിരിക്കുന്നു. ഫ്ലഫി ലാസ്റ്റ് നിൽക്കുന്ന ആരാണുള്ളത്? ഇനായത്ത് കൊമ്പനും കൂടെ നിന്ന് ഫയർ ചെയ്യാൻ വേണ്ടി. ഇനായത്ത് എത്ര പേരാണ്? ഇനായത്ത് അവിടെ പിക്ക് എടുത്തിട്ടുണ്ട്. അയ്യോ എന്തൊക്കെ കൊടയടിയായിരുന്നു. നീയൊക്കെ കുറച്ചുകൂടെ മൂക്കണം കേട്ടാ. അതിന് ഈ ചെറുതൊന്നും കുറച്ചുകൂടെ വലുത് പിടിക്കണം.
ഡൊമിനിക്ക് ഈ ലൈനെ പോലെ ഡൊമിനിക്ക് നിന്നെ അടിക്കേ മനസ്സിലായോ ഡൊമിനിക്കെ? സുൽത്താൻ ഇല്ലാതെ ഊമ്പിയില്ലേ? സുൽത്താൻ ഇല്ലാതെ കടക്കുന്ന കടത്ത കണ്ടാ നീയല്ലോ. കൊണ്ടുവന്നിരുന്നെങ്കിലേ നിന്റെ ജിജിയുടെ ഗ്യാങ് ഹൗസ് അവിടെ ഇടിഞ്ഞു വീണാനെ. കേട്ടാ കണ്ടികളെ കേട്ടാ ഇനി നടത്തും നിന്റെ താളം. ഞാൻ പറയട്ടെ, ഇത് 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കേറിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റിനുള്ള എന്തോരം സാധനങ്ങൾ ഉണ്ട്. ടി ജി ഡിസ്മാൻഡിലാക്കി വിടാനുള്ള സാധനം ഉണ്ട്. റാംബോയുടെ സൗണ്ട് കേൾക്കുന്നില്ല. റാംബോ ഭയങ്കര കുറവാണ്. ശബ്ദം ഒന്നിങ്ങോട്ട് അയ്യോ വേണ്ടാടാ നിനക്ക്. അങ്ങനത്തെ നീ മൂട്ടില്ലേ തൂറും നീ മൂത്രയ്ക്കൊന്നും ഇട്ടേക്കല്ലേ ആരല്ലേ? എടാ ഇതില് കിച്ചു എന്ത് കളിയാ? കിച്ചോടെ പോയി എന്റെ ഭാഷേനെ എന്താ പറഞ്ഞ ഡിറ്റക്ഷൻ ആറടുത്തൊക്കെയാണ് നിന്ന് കൊണക്കാൻ പറഞ്ഞ നീ ആലോചിക്കണം കിച്ചു, മനസ്സിലായ? എനിക്ക് തോന്നുന്നെന്താ ഇത് ഈ കളി തോറ്റെന്ന് വെച്ചാൽ ടി വി ഇല്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാ തോറ്റേ തോന്നുന്നത്. അതുകൊണ്ടാ തോന്നുന്നത്. കുറിപ്പ് എന്താ കുറിപ്പ് കോൾ കൊടുക്കണ്ടേ? കുറിപ്പ് ഇങ്ങനെ ഇങ്ങനെ ചാമ്പട്ടെ പറ. അടിച്ചിരിക്കും മനസ്സിലാവാ. അറിയത്തില്ല അതുകൊണ്ട് ചോദിക്കുക. അമ്മച്ചാനത്തിന് മാസാണ്. സോറി ഇത്തിരി മാസാണ്. കഴിവില്ലാത്ത ഒരു ആരെ ആരെ എവിടെന്ന് ഇതാണ് കിച്ചു ഗോഡ് സേഫാക്കിയതാണോ? ഭയങ്കര സേഫ്. കൊമ്പനാ ഇത് കൊമ്പ. ആളെന്നാണ് കിച്ചോന്ന്. ഹലോ മച്ചാനെ സുഖാണോ? ഗോഡ് തുടങ്ങിക്കോ. റെസ്പെക്ട് വലിയ ആളാ. മുടിയൊക്കെ ഇതെന്ത് ഇവന്മാരെല്ലാം ടി ജി കയറിയപ്പോ ബൂഗിമാനായ അവനെല്ലാം. ഇത്രേ മതിയാണോ? ബ്രോ ഇതായിരുന്നു അങ്ങനായിരുന്നോ ചെയ്യേണ്ടത്? അല്ല ഇവ എങ്ങനെ പൊന്തി? ഇവനാണ് ആദ്യം ചത്ത്. അപ്പൊ ഇതാണ് വലിയ
വലിയ ആളാണ്. അയ്യോ കിച്ചു ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയാലോ, മനസ്സിലായ? നീ അടങ്ങിക്കോ, അതാണ് നിനക്ക് നല്ലത്, മനസ്സിലായ? നീ കണ്ടവന്മാരുടെ മറ്റേ തൊലിയും പിടിച്ചോണ്ട് താളം വിടാൻ വന്നു കഴിഞ്ഞാൽ വായിക്കാത്ത ഉണ്ട് ഏറ്റ് ഞാൻ വിടും, മനസ്സിലായല്ലേ? അത് എവിടെയാണേലും അത് നീ ഓർത്ത് വെച്ചോ, അത് ഞാനാണ് പറയണ കുറിപ്പ്. നീ നിന്റെ ഒപ്പരമുള്ള ഈ ചെറിയ ഇതേത് കണ്ടേ ആവല്ലേ ഓരോരുത്തന്മാര് ഓരോന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ഓവർ ഷോ കാണിച്ചോണ്ട് നീ പറയല്ല. അത്രയും എന്തിനാടാ പരക്കേട്? പിന്നെ അയ്യോ മാക്ക് മണ്ണിട്ട് പോയാ കുറുപ്പേ ഗുഡ് നൈറ്റ് ഇട്ട് പോയി. ഹോൾഡ് ചെയ്താ എന്തോണ്ട് അഡ്മിനെ വിളിച്ചല്ലേ മാർക്ക് നൈസായിട്ട് മാലിക് അഡ്മിനെ വിളിച്ചല്ലേ ഒഴിവാക്കിയതല്ലേ റാംബോ പറഞ്ഞല്ലോ. എടാ നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ട് നമ്മുടെ KP കാലാപ്പാനി ഒന്ന് ചോദിച്ചിട്ട് എടാ ഒരു തണ്ടടാ നേടാ. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഇവന്മാര് പോയി പറയണത്. വാണിംഗ്. എടാ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്, നീ ഒരു കാര്യം ചെയ്യും, അവിടെ KPയോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് അത് ലിഫ്റ്റ് ആക്കി കൊടുത്തതെന്ന്. അതല്ല ഏറ്റവും ബെറ്റർ. ഞങ്ങൾ മാറ്റി എന്ന് പറയുന്നത് നോക്കണ്ട. നിങ്ങൾ കളിക്കുകയാണ് ഇവിടെ വന്നിട്ട്. ആരെങ്കിലും ഒന്ന് പോയി പറയടാ, ഈ ചാറ്റ് ഇല്ലാത്തതാണ് നിങ്ങൾ എല്ലാം പോയി പറയല്ലേടാ. എന്റെ അടുത്ത് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറയടാ. കുറെ ഉണ്ടച്ചി ചാറ്റുകളാണ് ഇതൊക്കെ പറയണേന്ന്. മാരേജ് ഉണ്ട് ഓഗസ്റ്റിന്, എല്ലാരും വരണം. ചുമ്മാ പറഞ്ഞ അതല്ലേ പറഞ്ഞത്. നമ്മള് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടേക്ക് പോയി സംസാരിച്ച് വിളിച്ചാൽ കറണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഒരു സ്ലോ സ്റ്റാർട്ട് TGA സൈഡിൽ നിന്ന്. എന്താ വേണ്ട എന്റെ തുടർന്ന കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാം. കംപ്ലീറ്റ് ചെയ്യാൻ പറ. എല്ലാരും ചാറ്റ് എല്ലാരും പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ. കളിച്ചിട്ട് പോവാ. എന്താന്ന് ഇത് ഇനി തിരക്കെന്താ നമുക്ക് അടിക്കണ്ടേ? അല്ലാതെ എന്താന്ന് ഇത് മറ്റേ ഹോൾഡ് ചെയ്ത് വിടാം. അല്ല ആ സമയത്ത് 3:30 ഹോൾഡ് ചെയ്ത് വിട്ടിട്ട്, അല്ല 3:30 ശരി 3:10 ഇപ്പൊ 2 മിനിറ്റ് ഹോൾഡ് ചെയ്ത് വിട്ടിട്ട് സംസാരിക്കല്ല. ആ അടി തുടങ്ങി. അപ്പൊ അടി തുടങ്ങി. ആ അതാണ് ഞാൻ ചോദിക്കുന്നത്. വിട്ടൂടെ പോയി. ഇത് രണ്ട് അതാ വന്നു. കൊമ്പൻ ഓക്കെ. TGA കൊമ്പനോട് ഇറങ്ങിയിട്ട് തിരിച്ചു പോയി. ഇത് കറണ്ട് നോക്കുവാണെങ്കിൽ 1 മിനിറ്റ് കൂടെയുണ്ട് ഇവർ കളിക്കാൻ വേണ്ടി തോന്നുന്നു. ഇതുവരെ PL17 17 ലൊക്കേഷൻ ഹോൾഡിംഗ് കിട്ടും. എന്താ പറയാ. ഹലോ ഇവിടെ എടാ 5 മിനിറ്റ് കൊടുത്ത് എൻഡ് ചെയ്ത് വിട്ടെ. കംപ്ലീറ്റ് ആക്കാൻ പറ. അവര് അതെ എന്താ പിന്നെ എൻഡ് ചെയ്ത് വിടാം അല്ലേ ഒരു. ഓക്കെ എൻഡ് ചെയ്തോ. ഓക്കെ അഡ്മിൻ ഫ്ലഫി. ഓക്കെ കറന്റ് നമ്മൾ പറഞ്ഞ ടൈം ആയിട്ടുണ്ട്.
എന്താ പറഞ്ഞ എന്താ അടിച്ചിട്ട് വിടാൻ പറ. കൂൾ ഡൗണാ എന്തായിരിക്കുന്നു ഗൈസ്? നാളത്തേക്ക് അവന്മാർക്ക് അതാ മനസ്സിലായ കുഴപ്പമില്ല, അവന്മാർ അടി കൊണ്ടല്ലേ കുഴിച്ചിട്ടല്ലേ ന്യൂ ഇയർ തീർത്തിട്ട് വിട്ടാ ബൈ ബൈ സ്റ്റിൽ 1-0. അതിനാണ് അവന്മാർക്ക് കണ്ട, അതാണ് അവന്മാർക്ക് ആവശ്യം. ടർഫ് കഴിഞ്ഞ് കഴിവ്. അല്ല കൂൾ ഡൗൺ ഇട്ടാ പിന്നെ ബാൻ അല്ലേ? 6-0 കൊമ്പന്റെ പുതിയ 1-0 അതെ കൂൾ ഡൗൺ അല്ല കൊമ്പ ഒരു 6 എല്ലാരും കിക്ക് ചെയ്തോട്ടെ. കൊമ്പന്റെ കൊടുക്ക 6-1 സനോക്ക് ഒരു ഹേ കൊടുക്കും. സൂപ്പർ ബൈ. കൊമ്പന്റെ പല്ലിലെണ്ണ ഉണ്ടാവോ? ഓ അത് നമുക്ക് FRP ആയിട്ട് കൊടുക്കണം. ശല്യം ചെയ്യുന്നുണ്ട്. മറ്റേ പൂവാല ശല്യം പറഞ്ഞിട്ട് ടിക്കറ്റ് വിളിച്ച് ഞങ്ങൾ കൊടുക്കാം. പുതിയ ടിക്കറ്റ് ഫോൺ ചെയ്യുന്നുണ്ട് FRP. പെമ്പിള്ളേര് ശല്യം. അതെ പുതിയ FRP പ്രത്യേകിച്ച് മാക്കിന്റെ ടിക്കറ്റ് ആണ് പ്രത്യേകിച്ച് നോക്കാം. കംപ്ലീറ്റ് ആക്കി ഇട്ടൂടെ? ഷോ കാണു പോകുന്ന എന്ത് കുണ്ണ പരിപാടിയാണ് മരുകൾ എഴുതുന്നതാ. എന്റെ അച്ഛനോട് ചോദിക്കാം മേര്. ഇത് സെർവർ അഡ്മിൻ ലൈവ് കഴിഞ്ഞു. എന്നെ ഇവിടെ വന്ന് വല്ല തെറിയും പറഞ്ഞ് എന്റെ വാരിക്കുന്നേക്കും. ഓക്കെ കംപ്ലീറ്റ് ആക്കി വിട് കുണ്ണകളെന്ന്. എടാ വീട്ടിൽ അച്ഛന്റെ കുണ്ണ മുമ്പ് ഇരിക്കേണ്ട സമയത്ത് ഇവിടെ വന്നിരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ പലതും എനിക്ക് തോന്നും. അതുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ മര്യാദ എന്തൊക്കെ അണ്ടി കളിയാ. വാർ കളിച്ചാ തോൽക്കുന്ന് പേടിച്ചു കണ്ട് പോയ അവന്മാര്. സ്റ്റിൽ 1-0. എന്ത് പണ്ടേ ഈ പരിപാടിയാ തന്നെ കിട്ടിയ വിജയം കൊണ്ടിരിക്കും മോനെ. 3 ദിവസം കഴിഞ്ഞുണ്ടല്ലോ തരാട, പേടിക്കണ്ടാ. അല്ല പ്രീവാറിന് കിട്ടിയത് മറന്നു കിട്ടിയ ബുള്ളറ്റ് ഹോസ്പിറ്റലിൽ പോയി ഇറക്കണ്ടേ? അതിന്റെ ഇതാ കൊമ്പതോ 5-ാം കാലൊക്കെ നീട്ടി മെസ്സേജ് ഇടുന്നത്. മീറ്റിങ്ങിന് സംസാരിക്കാൻ വന്നില്ലായിരുന്നല്ലോ കൊമ്പൻ. വരൂല. അയ്യോ ഇതിപ്പോ വേറെ ഡ്രോ കിട്ടിയോണ്ട് താണ്ട ഓടി മെസ്സേജ് തുടങ്ങി. ഞാൻ പോയി ഒരു കിക്ക് മേടിച്ചിട്ട് വരാം.